സ്വപുത്രനെ തന്നവൻ തൻ കൂടെല്ലാം നൽകാതിരിക്കുമോ? എന്നെ മാത്രം കണ്ടു സ്വർഗം വിട്ടവൻ എനിക്കായി കരുതാതിരിക്കുമോ? എനിക്കായി സ്വപുത്രനെ തന്നവൻ തൻ കൂടെല്ലാം നൽകാതിരിക്കുമോ? എന്നെ മാത്രം കണ്ടു സ്വർഗം വിട്ടവൻ എനിക്കായി കരുതാതിരിക്കുമോ? ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. എൻ പേർക്കായി യാഗമൃഗമായവൻ എൻ്റെ കണ്ണീർ കാണാതിരിക്കുമോ? എല്ലാവരാലും ഒറ്റപ്പെട്ട കുഞ്ഞാടു കാണവരെ ഉയർത്താതിരിക്കുമോ? എൻ പേർക്കായി യാഗമൃഗമായവൻ എൻ്റെ കണ്ണീർ കാണാതിരിക്കുമോ? എല്ലാവരാലും ഒറ്റപ്പെട്ട കുഞ്ഞാടു താണവരെ ഉയർത്താതിരിക്കുമോ? ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ഏറ്റം വ്യസനപുത്രനായിരുന്ന എഫേസിന്റെ അതിരുകൾ വിശാലമാക്കിയോൻ, ഇസഹാക്കിനായൊരാട്ടുകൊറ്റനെ കരുതിയോൻ എനിക്കായി കരുതാതിരിക്കുമോ? ഏറ്റം വ്യസനപുത്രനായിരുന്ന എഫേസിന്റെ അതിരുകൾ വിശാലമാക്കിയോൻ, ഇസഹാക്കിനായൊരാട്ടുകൊറ്റനെ കരുതിയോൻ എനിക്കായി കരുതാതിരിക്കുമോ? ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നീല
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം 17 വാക്യം. ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പിറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയും അരുത്. നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക. ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പർവ്വതത്തിലേക്ക് ഓടിപ്പോക. നാശം സംഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക. ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയും അരുത്. ഈ പ്രദേശം നശിക്കാൻ പോകുന്നു. ഇവിടം തകർന്ന് മുടിയാൻ പോകുന്നു. വേഗം ഓടിപ്പോയിക്കൊള്ളുക. ആകാശത്തു നിന്ന് ഗന്ധകം പെയ്യും, ആകാശത്തു നിന്ന് തീയും പെയ്യും. ഗന്ധകവും തീയും ഉയരത്തിൽ നിന്ന് പെയ്ത് ഈ ദേശം കത്തി അമരാൻ പോകുന്നു. വേഗം ഓടിപ്പോയി രക്ഷപ്പെട്ടുകൊള്ളുക. പർവ്വതത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക. ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയും അരുത്. ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പർവ്വതത്തിലേക്ക് ഓടിപ്പോക. നിന്റെ ജീവരക്ഷയ്ക്കായി ഈ പ്രദേശത്തെങ്ങും നിൽക്കാതെ പർവ്വതത്തിലേക്ക് ഓടിപ്പോക. തിരുവചനത്തിലെ പർവ്വതങ്ങൾ: 1 മോറിയ പർവ്വതം, മോറിയ മല. 2 ഹോറേവ് പർവ്വതം, ഹോറേവ് മല. മോറിയ മല യാഗത്തിൻ്റെ പർവ്വതമാണ്. മോറിയ പർവ്വതം അനുസരണത്തിൻ്റെ പർവ്വതമാണ്. ഇറ്റ് ഈസ് ദി മൗണ്ടൻ ഓഫ് സാക്രിഫൈസ്, ഇറ്റ് ഈസ് ദ മൗണ്ടൻ ഓഫ് ഒബീഡിയൻസ്. അത് യാഗത്തിൻ്റെ പർവ്വതമാണ്, അത് അനുസരണത്തിൻ്റെ പർവ്വതമാണ്. മോറിയ പർവ്വതം, മോറിയ മല. രണ്ടാമത് നാം ചിന്തിച്ചത്, കഴിഞ്ഞൊരവസരത്തിൽ നാം ചിന്തിച്ചത് ഹോറേവ് മലയെക്കുറിച്ചാണ്. കുറേ കാര്യങ്ങൾ നാം ചിന്തിച്ചു. പക്ഷേ ഹോറേവിനെക്കുറിച്ച് ഇനിയും അധികം കാര്യങ്ങൾ ധ്യാനിക്കാനുണ്ട്. ഹോറേവ് മലയെക്കുറിച്ച് നാം ചിന്തിച്ചത് പുറപ്പാട് പുസ്തകം 3 അധ്യായത്തിൽ നിന്നാണ്. പുറപ്പാട് പുസ്തകം 3 അധ്യായത്തിൽ 1 വാക്യം: മോശ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായപ്പനുമായ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേവ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. ഹോറേവ് മല ദൈവത്തിൻ്റെ പ്രത്യക്ഷതയുടെ മലയാണ്. ഹോറേവ് പർവ്വതം ദൈവത്തിൻ്റെ പ്രത്യക്ഷതയുടെ പർവ്വതമാണ്. ഇറ്റ് ഈസ് ദി മൗണ്ടൻ ഓഫ് ദി അപ്പിയറൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പ്രത്യക്ഷതയുടെ പർവ്വതം. ഇറ്റ് ഈസ് ദി മൗണ്ടൻ ഓഫ് ദ റെവലേഷൻ ഓഫ് ഗോഡ്. ദൈവം വെളിപ്പെട്ട സ്ഥലമാണ്. ദൈവം മോശയ്ക്ക് വെളിപ്പെട്ട സ്ഥലം, മോശയ്ക്ക് പ്രത്യക്ഷനായ സ്ഥലം. മോശയുടെ മുൻപിൽ അത്യുന്നതനായ ദൈവം പ്രത്യക്ഷനായി. ദൈവം എങ്ങനെ പ്രത്യക്ഷനായി? ദൈവം തീയിൽ പ്രത്യക്ഷനായി. ദൈവത്തിന് ആകൃതിയില്ല, ദൈവത്തിന് രൂപമില്ല. ദൈവം ആത്മാവാകുന്നു. ആത്മാവാകും ദൈവത്തെ മനുഷ്യൻ്റെ ജഡീകമായ കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധ്യമല്ല. ഒരു മനുഷ്യനും ദൈവത്തെ കാണാൻ സാധ്യമല്ല. ദൈവം ആത്മാവാകുന്നു. ശരീരത്തിലിരിക്കുന്ന മനുഷ്യന് ദൈവത്തെ കാണാൻ സാധ്യമല്ല. മോശയ്ക്ക് ദൈവം പ്രത്യക്ഷനായത് ദൈവം ആത്മാവിൻ്റെ തീയായി പ്രത്യക്ഷപ്പെട്ടു. മുൾപടർപ്പിൽ അഗ്നിജ്വാലയായി ദൈവം പ്രത്യക്ഷനായി. മുൾപടർപ്പ് കത്തിക്കൊണ്ടിരുന്നു. പക്ഷേ മുള്ള് കത്തി ദഹിക്കുന്നില്ല, തീരുന്നില്ല, കത്തി അമരുന്നില്ല. പക്ഷേ തീ ഇങ്ങനെ ആളിപ്പടർന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നു. തീജ്വാല. തീജ്വാലയുടെ നടുവിൽ നിന്ന് ദൈവം പ്രത്യക്ഷനായി. എങ്ങനെ? വചനമായി പ്രത്യക്ഷനായി. ദൈവം തൻ്റെ ശബ്ദം പ്രത്യക്ഷനായി. തൻ്റെ ശബ്ദത്തിൽ പ്രത്യക്ഷനായി. തൻ്റെ വചനത്തിൽ പ്രത്യക്ഷനായി. വചനത്തിൽ കൂടെ ദൈവം മനുഷ്യനോട് ഇടപെട്ടു. സ്വർഗത്തിലെ ദൈവം മനുഷ്യനോട് ഇടപെടുന്നതും ദൈവം പ്രത്യക്ഷനാകുന്നതും വചനത്തിലാണ്. വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. വചനം ജഡമെടുത്ത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ക്രിസ്തു വചനം ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്തു. വചനമായ ദൈവം, ആത്മാവാകും ദൈവം ശരീരമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്തു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. വചനം ജഡമെടുത്തു. സഹോദരങ്ങളെ, നിത്യനായ ദൈവം മനുഷ്യൻ എക്കാലത്തും വെളിപ്പെട്ടിട്ടുള്ളത് തൻ്റെ തിരുശബ്ദത്തിലൂടെയാണ്. അബ്രഹാമിന് വെളിപ്പെട്ടു. അബ്രഹാമേ, അബ്രഹാമേ എന്ന് വിളിച്ചു.
തൻ്റെ തിരുവചനം കൊടുത്തു. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക. വചനം. നോഹയ്ക്ക് ദൈവം വെളിപ്പെട്ടു. ദേശത്തെ മുടിക്കാൻ പോകുന്നു, ഭൂമിയെ നശിപ്പിക്കാൻ പോകുന്നു, ഭൂത നിവാസികളെയെല്ലാം ഒടുക്കിക്കളവാൻ പോകുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ പെട്ടകം പണിയുക. പെട്ടകത്തിൽ കയറിയാൽ രക്ഷപ്പെടാം. വെള്ളത്തിൽ പൊന്തി നിൽക്കുന്ന പെട്ടകം പണിയുക. വചനത്തിൽ കൂടി പ്രത്യക്ഷനായി. വചനം കൊടുത്തു. നോഹയ്ക്ക് പ്രത്യക്ഷനായി. മോശയ്ക്ക് ഇപ്പോൾ പ്രത്യക്ഷനാകുന്നു. മുൾപ്പടർപ്പിൽ തീജ്വാലയിൽ പ്രത്യക്ഷനായി. തീജ്വാലയുടെ നടുവിൽ നിന്ന് നിത്യനായ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാം. സ്വരം മുഴങ്ങുന്നു. എവിടെ നിന്നാണ് ഈ സ്വരം കേൾക്കുന്നത്? മോശ അമ്പരപ്പോട് നോക്കി. എവിടെ നിന്നാണിത്? തീജ്വാലയിൽ നിന്നാണ്. തീയുടെ നടുവിൽ നിന്നാണ്. കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്നാണ്. സ്വർഗത്തിലെ ദൈവം സംസാരിക്കുന്നു. എൻ്റെ ദൈവമേ, മോശ അമ്പരന്നു. മോശ ഭയപ്പെട്ടു. നാം അങ്ങനെയാണ് വായിക്കുന്നത്. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. പ്രിയപ്പെട്ടവരെ, പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും മിക്ക സന്ദർഭങ്ങളിലും യഹോവയുടെ ദൂതൻ എന്ന് പറയുന്നത് തൃത്വത്തിൽ രണ്ടാമനായ ക്രിസ്തുവിനെ കുറിച്ചാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവം, ത്രിത്വത്തിൽ രണ്ടാമനായ ആ ക്രിസ്തുവിനെയാണ് യഹോവയുടെ ദൂതൻ എന്ന് പഴയ നിയമത്തിൽ പല ഭാഗങ്ങളിലും കാണുന്നത്. ഗിദെയോന് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി എന്ന് പറയുന്നത് ഗിദെയോന് ക്രിസ്തു പ്രത്യക്ഷനായി. അക്ഷരികമായി ക്രിസ്തു ഭൂമിയിൽ തിരുവവതാരം ചെയ്തിട്ടില്ല. പക്ഷേ നിത്യനായ ദൈവത്തിൻ്റെ തൃത്വത്തിൽ രണ്ടാമനായ ക്രിസ്തു ഗിദെയോന് പ്രത്യക്ഷനായി, മോശയ്ക്ക് പ്രത്യക്ഷനായി, അബ്രഹാമിന് പ്രത്യക്ഷനായി, യാക്കോബിന് പ്രത്യക്ഷനായി. എല്ലാം അത് ക്രിസ്തുവിനെ കാണിക്കുന്നു. യഹോവയുടെ ദൂതൻ. യാബോക്ക് കടവിൽ യഹോവയുടെ ദൂതനുമായി യാക്കോബ് മല്ലടിച്ചു എന്ന് പറയുന്നത് അത് വാസ്തവത്തിൽ കർത്താവായ യേശു ക്രിസ്തുവുമായി ഉള്ളതായ ആന്തരികമായ ഒരു ദ്വന്ദ്വയുദ്ധമായിരുന്നു. അനുഗ്രഹം പിടിച്ചു പറ്റാനുള്ള ഒരു വലിയ സമർപ്പണമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ ദൂതൻ മോശയ്ക്ക് പ്രത്യക്ഷനായി. യേശുക്രിസ്തു പ്രത്യക്ഷനായി. അക്ഷരികമായി, വസ്തുനിഷ്ഠമായി. ബേത്ലഹേം പുൽക്കൂട്ടിൽ യേശു പിറന്നു. കന്യാമറിയാമിൻ്റെ ഉദരത്തിൽ ഉരുവായി. ബേത്ലഹേം പുൽക്കൂട്ടിൽ പിറന്നു. യേശു ഗലീല നാടുകളിലൂടെ സഞ്ചരിച്ചു. നസ്രയത്തിലെ തച്ചുവരയിൽ പണിയെടുത്തു. പ്രിയപ്പെട്ടവരെ, നസറായനെന്നും തച്ചൻ്റെ മോനെന്നും വിളിക്കപ്പെട്ടു. യേശുക്രിസ്തു യോർദാനത്തിൻ്റെ വക്കിലൂടെ നടന്നു. യേശുക്രിസ്തു ആ ഗലീല നാടുകളിലൊക്കെയും സഞ്ചരിച്ചു. ഏതാണ്ട് 200 മൈൽ ചുറ്റളവിനുള്ളിൽ യേശു തൻ്റെ പ്രവർത്തന മണ്ഡലം ഒതുക്കി. യേശുക്രിസ്തു ബെത്സയിലും കോറസീനിലും കഫർനഹൂമിലും യെറിഹോവിലും ഗദരദേശത്തും യെറിഹോവിലും നയീൻ പട്ടണത്തിലും യേശുക്രിസ്തു യാത്ര ചെയ്തു. വിവിധ സ്ഥലങ്ങൾ യേശുക്രിസ്തു സന്ദർശിച്ചു. ഒലിവുമലയിൽ രാവാർത്തു. യേശുക്രിസ്തു യെരൂശലേം ദേവാലയത്തിൽ ചെന്നു. ദേവാലയ പരിസരത്ത് പ്രസംഗിച്ചു. യേശുക്രിസ്തു യാത്ര ചെയ്തു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കി. ആവശ്യക്കാർക്ക് ആവശ്യം നിറവേറ്റി കൊടുത്തു. ദുഃഖിതരെ ആശ്വസിപ്പിച്ചു. പാവപ്പെട്ടവരുടെ കണ്ണുനീര് തുടച്ചു. വേദനിക്കുന്നവരുടെ വേദന അകറ്റി. യേശുക്രിസ്തു അന്ന് 33 കൊല്ലം നന്മ മാത്രം ചെയ്തുകൊണ്ട് സഞ്ചരിച്ചു. അക്ഷരികമായി സഞ്ചരിച്ചു. ഇന്നും യേശുക്രിസ്തു നമുക്ക് പ്രത്യക്ഷനാകുന്നുണ്ട്. വചനത്തിൽ കൂടി പ്രത്യക്ഷനാകുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഹോറേ പർവ്വതത്തിൽ എരിയുന്ന മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് സംസാരിച്ച നിത്യനായ ദൈവം, മോശയ്ക്ക് വെളിപ്പെട്ട നിത്യനായ ദൈവം ഇന്നും വെളിപ്പെടുന്നുണ്ട്. തൻ്റെ വചനത്തിലൂടെ നമ്മോട് ഇടപെടുന്നുണ്ട്. യേശുക്രിസ്തു തൻ്റെ തിരുവചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നുണ്ട്. യേശു നമ്മെ പേർ ചൊല്ലി വിളിക്കുന്നുണ്ട്. നാം അങ്ങനെയാണ് കാണുന്നത്. മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവം മനുഷ്യനെ വിളിക്കുന്നു. വചനത്തിലൂടെയുള്ള വിളി. എൻ്റെ സ്നേഹിതരെ, ഇന്ന് നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളെ യേശു വിളിക്കുന്നത് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാമോ? നിങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്നതെന്ന്. മോശയെ അറിയുന്നവൻ നീലനദിയുടെ പരപ്പിൽ നിന്ന് ഞാങ്ങണപ്പെട്ടി പൊക്കിയെടുത്ത് ഞാങ്ങണപ്പെട്ടിയിൽ നിന്ന് പുറത്തെടുത്ത് തീരുമായിരുന്ന ജീവിതത്തെ തീർക്കാതെ
അവസാനിച്ചു പോകുമായിരുന്ന ജീവിതം അവസാനിക്കാതെ ആയുസ് നീട്ടിക്കൊടുത്ത് മോശെ ഇന്ന് ഈ 80-ാമത്തെ വയസ്സ് വരെ പരിപാലിച്ച ദൈവം, നിത്യനായ ദൈവം മോശേ മോശേ എന്ന് വിളിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം വളർത്തിക്കൊണ്ടിരുന്നു, ശരി. നീലനദിയുടെ ചിറ്റോളങ്ങളിൽ നിന്ന് ദൈവം പൊക്കിയെടുത്തു, സത്യം. തീർന്നു പോകേണ്ട ജീവിതത്തെ ആയുസ് അവസാനിപ്പിക്കാതെ ദൈവം കാത്തു, പരമാർത്ഥം. എങ്കിലും ഇതാ കാലത്തിൻ്റെ ഒരു തികവിൽ, ഒരു പ്രത്യേക ആയുഷ്കാലത്തിൽ സ്വർഗത്തിലെ ദൈവം മോശയെ പേർ ചൊല്ലി വിളിക്കുകയാണ്, മോശേ മോശേ എന്ന്. മിസ്രയീം കൊട്ടാരത്തിൽ അടുത്ത കിരീടാവകാശിയായി, അടുത്ത രാജാവായി തീരാൻ ഒരുങ്ങി മിസ്രയീമിലെ ആ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ കളിത്തൊട്ടിലായ രാജധാനിയിൽ വാഴുന്ന മോശയെ ആ രാജകുമാരനെ ദൈവം വിളിച്ചിറക്കിയതു. അങ്ങനെ തന്നെ തൻ്റെ സ്വന്തം ജനത്തെ പോയി കാണണമെന്ന് മോശയ്ക്ക് തോന്നിച്ചത് ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന് നിന്ന വലിയ ധനമെന്ന് എണ്ണുവാൻ മോശയ്ക്ക് ഹൃദയത്തിലൊരു ദാഹം കൊടുത്തത് ദൈവമാണ്. എല്ലാം ദൈവത്തിൻ്റെ സ്വർഗീയ കാര്യപരിപാടി. ഇന്നിതാ മുൾപ്പടർപ്പിൽ ദൈവം പ്രത്യക്ഷനായി. പലപ്പോഴും ദൈവം നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്, പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്, പലപ്പോഴും മോശയ്ക്ക് ദൈവിക പ്രത്യക്ഷതകൾ ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ഹോരേബിൽ വെച്ച് ലഭിച്ച പ്രത്യക്ഷത അത് അത്യുജ്വല പ്രത്യക്ഷതയായിരുന്നു, അത് തീ കത്തുന്ന പ്രത്യക്ഷതയായിരുന്നു, അത് ജീവിതത്തെ ആകമാനം ഇളക്കി മറിക്കുന്ന പ്രത്യക്ഷതയായിരുന്നു. സ്നേഹിതരെ, നിങ്ങൾക്ക് കൊതിയുണ്ടോ അങ്ങനെ ഒരു പ്രത്യക്ഷത കിട്ടാൻ? സ്വർഗത്തിലെ ദൈവമേ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിൻ്റെ ദാസനായ മോശയ്ക്ക് വചനത്തിലൂടെ പ്രത്യക്ഷനായി പേർ ചൊല്ലി വിളിച്ച അതേ ദൈവം ഇന്ന് ജീവിക്കുന്നെന്ന് വിശ്വസിച്ചുകൊണ്ട്, നാഥ, ഞാനിതാ ആശയോടെ കാതോർക്കുന്നു നിൻ്റെ സ്വരം കേൾക്കാൻ, നിൻ്റെ ശബ്ദം കേൾക്കാൻ. ഞാനിതാ എൻ്റെ കാത് ഞാൻ തിരിക്കുന്നു. കർത്താവേ, നിൻ്റെ സ്വരം എനിക്കൊന്ന് കേൾക്കണം, നിൻ്റെ ശബ്ദം എനിക്കൊന്ന് കേൾക്കണം. നിനക്ക് എന്നെക്കുറിച്ചുള്ള ഹിതം എന്തെന്ന് എനിക്കൊന്ന് അറിയണം. എന്നെ നീ എങ്ങനെയാണിപ്പോൾ കാണുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. എന്നോടുള്ള നിൻ്റെ സന്ദേശം എന്തെന്ന് എനിക്കൊന്ന് അറിയണം. എന്നോടുള്ള നിൻ്റെ സ്പെസിഫിക് മെസ്സേജ് എന്തെന്ന് എനിക്കറിയണം. എനിക്കുള്ള പ്രത്യേക ദൂത് എന്താണെന്ന് എനിക്കറിയണം. കർത്താവേ, നീ എന്നെ സ്നേഹിക്കുന്നു, അക്കാര്യം എനിക്ക് ഉറപ്പായി. നാഥ, എന്നോട് നിനക്ക് സംസാരിക്കാനുള്ളത് എന്തെന്ന് എനിക്കറിയണം. മോശേ മോശേ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. വിനയപൂർവ്വം അവൻ തിരിച്ചു പറഞ്ഞു, മറുപടി പറഞ്ഞു, ഞാനിവിടെ ഉണ്ടല്ലോ, അടിയനിവിടെ ഉണ്ടല്ലോ, ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരിപ്പഴിച്ചു കളക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മോനെ, നീ നിൽക്കുന്നത് വിശുദ്ധ ഭൂമിയിലാണ്, നീ നിൽക്കുന്ന ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിലാണ്. ദൈവം പരിശുദ്ധന്മാരിൽ പരിശുദ്ധനാണ്. ദൈവം തീക്കെടുത്തവനാണ്. അഗ്നിമയന്മാർ വിറയലോടെ ആരാധിക്കുന്നവനാണ്. തീക്കെടുത്ത മാലാഖമാർ വിറയലോടെ, ഭയത്തോടും വിറയലോടും കൂടെ ആരാധിക്കുന്നവനാണ്. അഗ്നിമയന്മാരായ മാലാഖമാർ 2 ചിറക് കൊണ്ട് പറന്നു നിന്ന്, 2 ചിറക് കൊണ്ട് കാല് മൂടി, 2 ചിറക് കൊണ്ട് മുഖം മൂടി ആരാധിക്കും ദൈവം പരിശുദ്ധൻ 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 എന്ന് നിരന്തരം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന നിത്യപരിശുദ്ധനായ ദൈവമാണ്. മകനേ, നിന്റെ അരികത്ത് വന്നിരിക്കുന്നത് നിന്റെ കാലിലെ ചെരിപ്പ് അഴിച്ചു കളക. ചെളിയിലൂടെ നടന്ന ചെരിപ്പ്, അഴുക്ക് പറ്റിയ ചെരിപ്പ്, ഈ മണ്ണിൻ്റെ മണം ഉൾക്കൊള്ളുന്ന ചെരിപ്പ്, ഈ ലോകത്തിൻ്റെ മാലിന്യം പറ്റിയതായ ചെരിപ്പ്, അത് നീ അഴിച്ചു മാറ്റിയിട്ട് വിശുദ്ധിയോടെ നീ എൻ്റെ അരികിലേക്ക് വരൂ. നീ വിശുദ്ധിയോടെ എൻ്റെ സന്നിധിയിലേക്ക് വന്നാൽ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിന്നെ ചില കാര്യങ്ങൾ ഭരമേൽപ്പിക്കാനുണ്ട്, നിന്നോട് ചില കാര്യങ്ങൾ എനിക്ക് നേരിട്ട് അറിയിക്കാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവത്തിന് ഭൂമിയിലെ മനുഷ്യനോട് നേരിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തുതി. എന്താണ് നാം കേൾക്കുന്നത്? സ്വർഗത്തിലെ ദൈവത്തിന് എന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഈ നിസ്സാര മനുഷ്യനോടോ, ഈ അല്പപ്രാണിയോടോ, ഈ വെറും കീടവും പുഴുവുമായ എന്നോടോ, ചത്ത നായെപ്പോലുള്ള വെറും ചെള്ളായ എന്നോടോ, ഇതെല്ലാം വേദപുസ്തക വാക്കുകളാണ്. ഈ എന്നോട് ദൈവത്തിന് എന്തോ സംസാരിക്കാൻ? ദൈവത്തിന് ഞാൻ എന്തുള്ളൂ? ദൈവം പരമപരിശുദ്ധൻ, നിത്യോജ്വലൻ, നിത്യപരിശുദ്ധൻ, ആദിയും അന്തവും ഇല്ലാത്തവൻ. ഞാനോ നിസ്സാരന്മാരിൽ നിസ്സാരൻ, വെറും കൃമിയും വെറും കീടവും വെറും പുഴുവും. കർത്താവേ, നീ എന്നോട് എന്താണ് അറിയിക്കാനുള്ളത്? ദൈവത്തിന് സ്തോത്രം. മോശേ മോശേ എന്ന് വിളിച്ചു. ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിന്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്ന് അവൻ അരുളി ചെയ്തു. ദൈവത്തിനൊരു അഡ്രസ്സുണ്ട്. സ്തോത്രം. എന്താണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അഡ്രസ്സ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
ദൈവത്തിൻ്റെ അഡ്രസ്സ് എന്താണ്? ഞാൻ അബ്രഹാമിൻ്റെ ദൈവം. വിശ്വാസികളുടെ പേരിലാണ് ദൈവം തൻ്റെ അഡ്രസ്സ് വെച്ചിരിക്കുന്നത്. സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ തൻ്റെ മേലുല്ലാസം വയ്ക്കുവാൻ സ്വർഗത്തിൻ്റെ പ്രസാദം തോന്നുന്നു. ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാകുന്നു. നമ്മുടെ പിതാക്കന്മാരുടെ പേരിൽ അറിയപ്പെട്ട ദൈവം നമ്മുടെ പേരിലും അറിയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. വരുംകാല തലമുറയിൽ പിതാക്കന്മാരുടെ ദൈവം എന്ന് പറയുമ്പോൾ നമ്മെയും ആ നിരയിൽ ഉൾപ്പെടുത്താൻ സ്വർഗത്തിലെ ദൈവം ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നു. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വ്രതന്മാരും ദൈവത്തിൻ്റെ വ്രതസ്ഥന്മാരും, ദൈവത്തിൻ്റെ പ്രിയന്മാരും ദൈവത്തിൻ്റെ വിശുദ്ധന്മാരും, ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരും ദൈവത്തിൻ്റെ പ്രവാചകന്മാരുമായി ഈ തലമുറയിൽ നാം നിൽക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മിൽ ആശയോടെ നോക്കിക്കൊണ്ട് അവിടുന്ന് നമ്മെ പേര് ചൊല്ലി വിളിക്കുകയാണ്. മകനെ, ഇങ്ങോട്ട് അടുത്ത് വരിക, നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളക. അബ്രഹാമിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം, നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് എന്നോട് സംസാരിക്കുന്നത്. എന്നിട്ട് ദൈവം പറഞ്ഞു, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ഹോരേബിൽ ദൈവം തൻ്റെ സങ്കടം തൻ്റെ ദാസനെ അറിയിക്കുകയാണ്. എന്താ ഈ പറയുന്നത്? ദൈവത്തിൻ്റെ സങ്കടം തൻ്റെ വ്രതനെ അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ സങ്കടം അറിയിക്കുന്നു. മോശ ആ സമയത്ത് നിൽപ്പം നിങ്ങൾക്ക് ചിന്തിച്ചിട്ടുണ്ടോ, ധ്യാനിച്ചിട്ടുണ്ടോ? മോശ കൈ രണ്ടും കൊണ്ട് മുഖം അങ്ങോട്ട് പൊത്തി പിടിച്ചു. നിത്യനായ ദൈവത്തിൻ്റെ തേജസ്സിന് മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ല. ആ തേജസ്സിലേക്ക് നോക്കാൻ അർഹതയില്ല. കണ്ണ് മഞ്ഞളിച്ചു പോകും, കണ്ണ് അഞ്ചിപ്പോകും. ആ ദൈവ തേജസ്സിലേക്ക് നോക്കാൻ കഴിവില്ലാത്തത് കൊണ്ട്, ദൈവ തേജസ് ഏൽക്കാനുള്ള കരുത്തില്ലാത്തത് കൊണ്ട് മോശ മുഖം പൊത്തി. എങ്ങനെയാണ് നാം വായിക്കുന്നത്? മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ളവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ദൈവം തൻ്റെ ജനത്തിൻ്റെ സങ്കടം അറിഞ്ഞ് അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നു. അവരെ വിടുവിച്ചു കൊണ്ടുപോകാൻ ഒരാൾ വേണം. അവരെ സത്യവഴിയിൽ കൂടി നയിക്കാൻ ഒരു വ്യക്തി വേണം. ആ പാവപ്പെട്ട ജനം, അടിമപ്പാടിൽ നൊന്തു വലയുന്ന പാവപ്പെട്ട ജനം, ഫറവോൻ്റെ അടിമത്വത്തിൽ വലഞ്ഞ് വിഷമിക്കുന്ന പാവപ്പെട്ട ജനം, പ്രിയപ്പെട്ടവരെ, അവരെ വിടുവിച്ചു കൊണ്ടുപോകാൻ, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ, അവരുടെ ഊരാക്കുരുക്കുകൾ അഴിച്ചു കൊടുക്കാൻ ദൈവം ഒരാളെ നോക്കുകയാണ്. മോശയെ വിളിച്ചു. ആകയാൽ വരിക, 10-ാം വാക്യം. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. നിന്നെ ഞാൻ തിരികെ അയക്കും, ഫറവോൻ്റെ അടുക്കലേക്ക് അയക്കും, എൻ്റെ ജനത്തെ വിടുവിപ്പാൻ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ ഓരോരുത്തരും വിലപ്പെട്ടവരാണ്. നിങ്ങൾ ഓരോരുത്തരും വിലയേറിയവരാണ്. നിങ്ങളിൽ ജീവനുള്ള ദൈവം പ്രതീക്ഷ വയ്ക്കുകയാണ്. നിങ്ങൾക്ക് കർത്താവ് ചില പൊട്ടൻഷ്യാലിറ്റീസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ദൈവം ചില പോസിബിലിറ്റീസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പൊട്ടൻഷ്യാലിറ്റീസ് ആൻഡ് പോസിബിലിറ്റീസ്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന കരുത്തുകളും ശക്തികളും സാഹചര്യങ്ങളും സാധ്യതകളും നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി വിനിമയം ചെയ്യൂ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അവന് വേണ്ടി കൊടുക്കാൻ നമ്മുടെ കയ്യിലേറെ ഒന്നുമില്ല. അവന് വേണ്ടി വിട്ടുകൊടുക്കാൻ നമ്മുടെ കൈവശം അധികമൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഉണങ്ങി വരേണ്ടതായൊരു ജീവിതം, തകർന്നു തരിപ്പണമായൊരു ജീവിതം, പിശാച് പന്താടിയൊരു ജീവിതം, സാത്താൻ പാവ കളിപ്പിച്ച ഒരു ജീവിതം, പാപത്തിൽ അടിഞ്ഞുപോയ ജീവിതം, പാപത്തിൻ്റെ അഴുക്കുചാലിൽ കുളിച്ചു പോയൊരു ജീവിതം, അശുദ്ധിയുടെ ദുർഗന്ധം വമിക്കുന്നൊരു ജീവിതം, തിന്മ നിറഞ്ഞൊരു ജീവിതം, ദുഷ്ടത തിങ്ങിയൊരു ജീവിതം, ഹൃദയത്തിൽ അല്പം പോലും മാന്യതയില്ലാത്തൊരു ജീവിതം, സംസ്കാരം എന്തെന്ന് പോലും അറിയാത്ത മനുഷ്യത്വമില്ലാത്ത ജീവിതം, പണത്തിനു വേണ്ടി ജീവിച്ച ജീവിതം, മദ്യത്തിൻ്റെ അടിമയായി കഴിഞ്ഞ ജീവിതം, ജഡ ഈച്ഛകൾക്ക് വഴിപ്പെട്ട് ജഡ ഉല്ലാസങ്ങളിൽ കുടുങ്ങിക്കിടന്ന ജീവിതം. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്, മകനെ, നിന്നെ എനിക്ക് വേണം. എൻ്റെ പ്രവാചകനാകാൻ, എൻ്റെ ജനം അടിമപ്പാടിൽ നിന്ന് മോചനം പ്രാപിച്ച് അവർ സ്വതന്ത്രമായി ശ്വസിക്കുന്നവരായി തീരുവാൻ, അവരെ വിടുവിപ്പാൻ ഞാൻ നിന്നിൽ ആശ വച്ചിരിക്കുന്നു. നിൻ്റെ ആളത്വം നീ എനിക്ക് തരുമോ? നിൻ്റെ ജീവിതം നീ എനിക്ക് തരുമോ? മോളെ, നിൻ്റെ ഭാവി നീ എനിക്ക് തരുമോ? കുഞ്ഞേ, നിൻ്റെ ജീവിതം നീ എനിക്ക് തരുമോ? മാന്യ യൗവനക്കാരാ, യേശു നിന്നെ വിളിക്കുന്നു. യേശു നിന്നെ പേർ ചൊല്ലി വിളിക്കുന്നു. നിൻ്റെ ജീവിതം കളഞ്ഞു കുളിക്കല്ലേ.
മദ്യത്തിന്റെ പിറകെ നശിപ്പിക്കല്ലേ. കൂട്ടാളികൾ നിന്നെ വശീകരിച്ചുകൊണ്ട് തിന്മയുടെ അഴുക്ക് ചാലിലേക്ക് കൊണ്ടുപോകല്ലേ. അഴുക്ക് ശീലങ്ങൾക്ക് നീ അടിമയാകല്ലേ. തന്നെ നീ അശുദ്ധമാക്കല്ലേ. കൊള്ളരുതാത്ത ജീവിതത്തിലേക്ക് നീ പോകല്ലേ. നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പ്രതീക്ഷയുണ്ട്, ദൈവത്തിന് വലിയ ആശയുണ്ട്, വലിയ സാധ്യതകൾ ദൈവത്തിൽ കാണുകയാണ്. പൊട്ടൻഷ്യാലിറ്റീസ് ആൻഡ് പോസിബിലിറ്റീസ്. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം ആശയോടെ നിന്നെ വിളിക്കുകയാണ്. ഇപ്പോൾ നിന്നെ തന്നെ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്കൊന്ന് കൊടുക്കാമോ? ക്രിസ്തുവിനോടൊരു വാക്ക് പറയാമോ? കർത്താവേ, തകർന്നൊരു ജീവിതം, തുള്ളനും വെട്ടിക്കിളിയും വിട്ടിലും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞൊരു ജീവിതം, ബാക്കി കാര്യമായിട്ടൊന്നുമില്ല കർത്താവേ. നല്ലതെല്ലാം തിന്നുപോയി, നല്ലതെല്ലാം ക്ഷുദ്രപ്രാണികൾ തിന്നുപോയി. ഈ നല്ല വയലായിരുന്നു, നല്ല കൃഷിയായിരുന്നു. പക്ഷേ വിട്ടിൽ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് തുള്ളൻ തിന്നു, തുള്ളൻ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. എൻ്റെ കർത്താവേ, ശേഷിച്ചത് ഓരോരോ ദുഷ്ടപ്രാണികൾ തിന്നുകളഞ്ഞു. എല്ലാം നശിച്ചു കിടക്കുകയാണ്. നന്മയുള്ളതെല്ലാം കവർന്നു കൊണ്ടുപോയി, ദുഷ്ടാത്മാക്കൾ കവർന്നു കൊണ്ടുപോയി. തുള്ളനും വെട്ടുക്കിളിയും വിട്ടിലും പച്ചപ്പുഴുവും എല്ലാം തിന്നുകളഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞു. നന്മയൊന്നുമില്ല. ഉണ്ടായിരുന്ന നന്മയെല്ലാം പൈശാചികൻ അപഹരിച്ചു കൊണ്ടുപോയി. പണവും പണത്തിന്റെ ആഗ്രഹവും ശരീരത്തിന്റെ മോഹങ്ങളും ജടിക ഇച്ഛകളും സ്ഥാനമോഹങ്ങളും ലോഭമോഹ മാത്സര്യാദികളും എല്ലാം എന്നെ നശിപ്പിച്ചു കളഞ്ഞു. നന്മയൊന്നുമില്ല. എന്നാൽ ഇനി ബാക്കിയുള്ള ഈ ആളത്വം, നഷ്ടശിഷ്ട ജീവൻ, കർത്താവെ, നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള ഈ അല്പമുള്ളത് കർത്താവെ, പലതും തിന്ന് കുറിഞ്ഞു പോയതാണ്. ഒരല്പമുണ്ട് കർത്താവെ, ഒരു മുറി അപ്പമുണ്ട്. അത് നിനക്ക് തരാൻ ഞാൻ തയ്യാറാണ്. അബ്രഹാം പണ്ട് അങ്ങനെയാണ് പറഞ്ഞത്, ഒരു മുറി അപ്പം കൊണ്ടുവരാം. ദൈവത്തിന് സ്തോത്രം. ബാക്കിയെല്ലാം പിശാച് കുറിച്ച് കളഞ്ഞു, പിശാച് മുറിച്ച് കളഞ്ഞു, എല്ലാം തിന്നുപോയി. കർത്താവെ, ഒരു മുറി അപ്പം അതുണ്ട് ബാക്കി, അത് ഞാൻ കൊണ്ടുവരാം. ദൈവത്തിന് സ്തോത്രം. ദൈവജനമേ, ഇപ്പോൾ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാമോ? ഹോറേബിൽ പ്രത്യക്ഷനായ ദൈവം നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷനായിരിക്കുന്ന വചനത്തിൽ കൂടിയാണ്. വചനത്തിൽ കൂടി അന്ന് പ്രത്യക്ഷനായ ദൈവം ഇന്ന് നിങ്ങളോട് വചനത്തിൽ കൂടി ഇടപെടുകയാണ്. നാഥായി തകർന്ന ആയുസ് നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. പിശാച് പന്താടിയ ജീവിതം, സാത്താൻ ഈമ്പിക്കുടിച്ച ജീവിതം, സാത്താൻ സത്ത് മുഴുവൻ ഈമ്പിക്കുടിച്ച് ചണ്ടി പോലെ ശേഷിപ്പിച്ച ഈ ജീവിതം ഉടയവനെ നിന്റെ കരങ്ങളിലേക്ക് തരികയാണ്. എന്നെ പുതുക്കി നീ ഒന്ന് മെനയണമേ, എന്നെ നീ ഒന്ന് പുതുതാക്കി തീർക്കണമേ, എൻ്റെ മേൽ നിന്റെ കൃപ പകരണമേ, എൻ്റെ വ്യാധികൾ മാറ്റണമേ, എൻ്റെ ബാധകൾ മാറ്റണമേ, പൈശാചിക ബന്ധനങ്ങൾ അഴിക്കണമേ, ശാപദോഷങ്ങൾ നീക്കണമേ, രോഗബാധകൾ മാറ്റണമേ, സമാധാനവും സൗഖ്യവും സമൃദ്ധിയും സന്തോഷവും ഐശ്വര്യവും എൻ്റെ ജീവിതത്തേക്ക് നാഥാ നീ അയച്ചു തരണമേ. നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, സ്വർഗീയ പിതാവേ, അൻപുള്ള രക്ഷിതാവേ, ഈ മനോഹര സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. സ്വർഗത്തിലെ ദൈവമേ, അവിടെ ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. അവിടെ ഞങ്ങളുടെ മധ്യത്തിൽ ഉള്ളതിനായി സ്തോത്രം. ഞങ്ങളോട് ഇടപെടുന്നതിനായി സ്തോത്രം. ആവശ്യക്കാരുടെ ആവശ്യം നിറവേറ്റാൻ, ആകുലങ്ങൾ അകറ്റാൻ, ആവലാതി മാറ്റാൻ അവിടെ എഴുന്നള്ളി വന്ന് നിൽക്കുന്നതിനായി സ്തോത്രം. എല്ലാവരെയും തഴുകണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും അനുഗ്രഹത്തിൽ പൊതിയണമേ, കൃപയിൽ കാക്കണമേ. രോഗങ്ങൾ മാറ്റണമേ കർത്താവേ, ബാധകൾ നീക്കണമേ കർത്താവേ, ശാപങ്ങൾ മാറ്റണമേ കർത്താവേ, കുടുംബശാന്തി അയക്കണമേ കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, ശോഭനമായ ഭാവിയിലേക്ക് എത്തിക്കണമേ. മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാടിന് മാത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.